Are you ready? Okay. All of you take the page number 24. Page number 24. We are discussing the activities of Mala and Sheila. Mala and Sheila. Okay, fun with words. D. Fun with words. Kando. Read the following sentences. Read the following sentences. Kando. Read the following sentences. Read the following sentences. First one. Look. This is an apple. This is an apple. This is an apple. Next one. Second one. Look. This is a bird. Adarsh. This is a bird. നമ്മൾ ഒരു ഒന്നാമത്തെ സെന്റൻസ് പറയുമ്പോൾ ഇതൊരു ആപ്പിൾ ആണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറഞ്ഞത്? This is an apple എന്നാ പറഞ്ഞത് അല്ലേ? This is an apple എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊരു ബേർഡ് ആണ് എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞത്? This is a bird എന്നാ പറഞ്ഞത്. അവിടെ നോക്കിയേ, ഒന്നാമത്തതില് an apple എന്നാ പറഞ്ഞത്. രണ്ടും ഏകദേശം ഒരേ സെന്റൻസ് അല്ലേ? ഒന്ന് ഇതൊരു ആപ്പിൾ ആണ് എന്ന് പറയുന്നു, സെക്കൻഡ് വൺ ഇതൊരു ബേർഡ് ആണെന്ന് പറയുന്നു. രണ്ടിന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്നില് ആൻ ആണ്. ദിസ് ഈസ് ആൻ ആപ്പിൾ എന്നാ നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് വൺ ദിസ് ഈസ് എ ബേർഡ് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്തുകൊണ്ടാ പറയാമോ? ദിസ് ഈസ് ആൻ ആപ്പിൾ. ദിസ് ഈസ് എ ആപ്പിൾ എന്ന് പറഞ്ഞാ പോരെ? ദിസ് ഈസ് എ ആപ്പിൾ എന്ന് പറഞ്ഞാ പോരെ? പിന്നെ എന്തിനാ ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ ബേർഡ് എന്ന് പറയുന്നത് എന്താ? എന്തുകൊണ്ടാണ്? നമ്മൾ വവൽ സൗണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാ വവൽസ്? ഏതൊക്കെയാ വവൽസ്? വവൽസും കോൺസണൻസും പഠിച്ചിട്ടുണ്ട്. എ ഇ ഐ ഒ യു എന്താ? വവൽസ് ആണ് അല്ലെ? നോക്കിയേ, ആപ്പിൾ. ആപ്പിൾ. ആപ്പിളിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താ? ആപ്പിളിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താ? ബിഗിനിങ് ലെറ്റർ ഏതാ? എ ആണല്ലേ? ഏതൊക്കെയാണ് വവൽ സൗണ്ട്സ്? എ ഇ ഐ ഒ യു. അതിൽ എ ഇല്ലേ? എ ഒരു വവൽ സൗണ്ട് അല്ലേ? അല്ലേ? എ വവൽ അല്ലേ? അപ്പൊ വവൽ സൗണ്ട്സിന്റെ മുന്നിൽ നമ്മൾ എന്തേ ചേർക്കുള്ളൂ? ആൻ മാത്രമേ ചേർക്കുള്ളൂ. അതുകൊണ്ടാണ് ദിസ് ഈസ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് വൺ നോക്കുക. ദിസ് ഈസ് എ ബേർഡ്. ബേർഡിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താ? ബി ആണ് അല്ലേ? ബേർഡ്. ബിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? ബി ആണ് അല്ലേ? ബേർഡിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി ആണ്. അപ്പൊ ബി എന്താണ്? ബി വവൽ സൗണ്ട് ആണോ ആദിത്യ അനൂപേ? ആണോ? അല്ല. എ ഇ ഐ ഒ യു മാത്രാണ് എന്ത്? വവൽ സൗണ്ട്സ്. അപ്പൊ വവൽ സൗണ്ട്സിന്റെ മുന്നിൽ മാത്രമേ നമ്മൾ എന്ത് ചേർക്കുള്ളൂ? ആൻ ചേർക്കുള്ളൂ. ബാക്കി കോൺസണന്റ് സൗണ്ട്സിന്റെ മുന്നിൽ നമ്മൾ എന്താ ചേർക്കുക? ജോവിൻ ജോമനും ജോയൽ ജോമനും എന്തി പണിയെടുക്കുന്നേ? ആർ യു ലിസണിങ് ഹിയർ? ഓക്കെ. അപ്പൊ കോൺസണന്റ് സൗണ്ട്സിന്റെ വവൽ സൗണ്ട്സ് അല്ലാത്തത് എ ഇ ഐ ഒ യു ഒഴിച്ച് ബാക്കിയുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് നമ്മൾ എന്താ പറയാ? കോൺസണൻസ് എന്നാ പറയാ. കോൺസണന്റ് സൗണ്ട്സ്. വവൽ സൗണ്ട്സും കോൺസണന്റ് സൗണ്ട്സും. അപ്പോ കോൺസണന്റ് സൗണ്ട്സിന് മുന്നിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക, ആൻ അല്ല, എ ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ ബേർഡിന് മുന്നിൽ എ വന്നത്. മനസ്സിലായോ? എ ഇ ഐ ഒ യുന്റെ മുന്നിൽ നമ്മൾ എന്താ ചേർക്കുക? ആൻ ആണ് ചേർക്കുക. ഓക്കെ? എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ വവൽ സൗണ്ട്സിന് മുന്നിൽ നമ്മൾ ആൻ മാത്രമേ ചേർക്കുള്ളൂ. ഓക്കെ? കോൺസണന്റ് സൗണ്ട്സിന് മുന്നിൽ നമ്മൾ എ മാത്രമേ ചേർക്കുള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും സമയം മിസ് പറഞ്ഞത് എന്റെ മക്കൾക്ക് മനസ്സിലായോ? സേ യെസ് ഓർ നോ. മനസ്സിലായില്ല എങ്കിൽ മിസ് ഒന്നുകൂടി പറഞ്ഞുതരും. ഒന്നും പറയില്ല മിസ്. മനസ്സിലായോ? വവൽ സൗണ്ട്സിന് മുന്നിൽ നമ്മൾ ആൻ ആണ് ചേർക്കുക. കോൺസണന്റ് സൗണ്ട്സിന് മുന്നിൽ നമ്മൾ എ ആണ് ചേർക്കുക. ഫോർ എക്സാമ്പിൾ
This is an apple. Apple. Starting letter A ആണ്. Vowel sound ആണ്. So we use an. We have to use an. In the case of bird, B is a consonant sound. So we have to use A. Okay. അപ്പൊ A എവിടെ യൂസ് ചെയ്യണം? An എവിടെ യൂസ് ചെയ്യണം? മനസ്സിലായോ? മനസ്സിലായി. Okay. ഷഹബാറക്ക് മനസ്സിലായില്ല. ഇങ്ങോട്ട് മിസ്സിനെ മാത്രം നോക്കുക. A, E, I, O, U ഈ 3 അക്ഷരങ്ങൾ എന്താണ്? 3 ലെറ്റേഴ്സ് എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ? വവൽ സൗണ്ട്സ് ആണ് അല്ലേ? അപ്പൊ ഈ വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കും? ആൻ എന്ന് ചേർക്കും. ദിസ് ഈസ് ആൻ ആപ്പിൾ. ഷഹബർക്ക് വേണ്ടി മാത്രമാണ് മിസ് ഇപ്പൊ പറഞ്ഞിരുന്നത്, ശ്രദ്ധിക്കണേ. ദിസ് ഈസ് ആൻ ആപ്പിൾ. ആപ്പിളിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർത്തു? ആൻ ചേർത്തു. റസീൻ ഉറക്കം വരുന്നുണ്ടോ റസീൻ? ഓക്കെ, ഷവർ നോക്കുമോനെ. ആപ്പിളിന്റെ മുന്നിൽ നമ്മള് ആൻ ചേർത്തു. കാരണം എന്താ? ആപ്പിളിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? എ ആണ്. എ എന്താണ്? വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ടിന് മുന്നിൽ ഏതാ ചേർക്കേണ്ടത്? ആൻ ആണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് വൺ എലിഫന്റ്. ഓക്കെ, എലിഫന്റിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? ഇ ആണ്. ഇ എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. ആ വവൽ സൗണ്ടിന് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. സോ ആൻ എലിഫന്റ്. ആൻ എലിഫന്റ്. ആൻ ആപ്പിൾ. ആൻ എലിഫന്റ്. നെക്സ്റ്റ് വൺ an ant. And what is the spelling of ant? A-N-T ആണല്ലേ? ant. A എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. ഓക്കെ, വവൽ സൗണ്ടിന് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. സോ an ant. An ant. Another one, an egg. An egg. Egg. Starting letter എന്താണ്? E ആണ് അല്ലേ? E എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ്. വവൽ സൗണ്ടിന് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. സോ an egg. All of you understood? മനസ്സിലായോ? മിസ് പറഞ്ഞു തന്നത് മനസ്സിലായോ? വവൽ സൗണ്ട്സിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? വവൽ സൗണ്ട്സിൽ തുടങ്ങുന്ന വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ ആൻ ചേർക്കണം. ഒരു കുഞ്ഞു കാര്യമാണ്. മനസ്സിലായോ എന്റെ മക്കൾക്ക്? ഇപ്പൊ പഠിക്കുന്നതായിരിക്കും നമുക്കിത്. കുഞ്ഞു മക്കളല്ലേ നിങ്ങള്? അപ്പൊ ഇപ്പൊ പഠിച്ചത് മനസ്സിൽ തന്നെ ഉണ്ടാവണം. നമുക്ക് ഒരുപാട് എഴുതണ്ടേ? വലിയ മക്കളാകുമ്പോ ഒരുപാട് വലിയ സെന്റൻസ് എഴുതണ്ടല്ലേ? അപ്പൊ ഇത് മനസ്സിൽ തന്നെ ഉണ്ടാവണം. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കി വെക്കുക. ശ്രദ്ധിക്കുക മിസ്സിനെ മാത്രം. വവൽ സൗണ്ട്സിൽ തുടങ്ങുന്ന വേർഡ്സിന്റെ മുന്നിൽ എന്തേ ചേർക്കാവൂ? ആൻ മാത്രമേ ചേർക്കാവൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എ. എ എവിടെയാണ് ചേർക്കുന്നത് നോക്കിയേ. We use A before a word beginning with a consonant sounds. For example, Miss പറഞ്ഞു consonant soundsൽ തുടങ്ങുന്ന വേർഡ്സിന്റെ മുന്നിൽ A മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ. അപ്പൊ ചോദിക്കൂ എന്താണ് ഈ consonant sounds എന്ന്? ഇപ്പം A, E, I, O, U. A, E, I, O, U പറഞ്ഞ വവൽ സൗണ്ട്സ് ഉണ്ട് 5 എണ്ണം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? B, C, D, F, G ഇതൊക്കെ എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സില് ഈ 5 എണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കോൺസണന്റ് സൗണ്ട്സ് ആണ്. അപ്പൊ ഈ കോൺസണന്റ് സൗണ്ട്സിന്റെ മുന്നില്, കോൺസണന്റ് സൗണ്ട്സിൽ തുടങ്ങുന്ന വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ എന്തേ ചേർക്കാവൂ? എ മാത്രമേ ചേർക്കാവൂ. മനസ്സിലായോ എന്റെ മക്കൾക്ക്? മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ എ ബാറ്റ്. ബിയിലാണ് തുടങ്ങുന്നത്. ബി എന്തല്ല? നമ്മുടെ വവൽ സൗണ്ട്സ് അല്ല. വവൽ സൗണ്ട്സ് ഏതേ ഉള്ളൂ? എ, ഇ, ഐ, ഒ, യു മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബി, എ കഴിഞ്ഞ ബി. ബി ഏതിലില്ല? വവൽ സൗണ്ട്സിലില്ല. സോ ബി, ബാറ്റ്. ബാറ്റിന്റെ ബിഗിനിങ് ലെറ്റർ എന്താണ്? ബി ആണ്. ബി, എ, ടി ആണ് ബാറ്റ്. അപ്പൊ ബിക്ക് മുന്നിൽ നമ്മൾ എന്തേ ചേർക്കാവൂ? എ മാത്രമേ ചേർക്കാവൂ. എ ബാറ്റ്. A bat. Okay, a bat. Another one, a fan. And fan എന്ന് പറയാമോ? പറഞ്ഞൂടാ അല്ലേ? അത് തെറ്റാണ്. ഇനി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം?
ആൻഡ് ഫാൻ എന്ന് പറയരുത് അല്ലേ? നമ്മൾക്കറിയാം ഇപ്പൊ എന്ത് വവൽ സൗണ്ട്സിന്റെ മുന്നിൽ മാത്രമേ ആൻഡ് ചേർക്കാവൂ എന്ന് നമുക്കറിയാം അല്ലേ? ഇനി നോക്ക എ ഫാൻ. ഫാനിന്റെ ബിഗിനിങ് ലെറ്റർ എന്താ? ഫാനിന്റെ ബിഗിനിങ് ലെറ്റർ എഫ് ആണ് അല്ലേ? എഫ്. എഫ് എന്താണ്? ഒരു കോൺസണന്റ് സൗണ്ട്സ് ആണ്. അത് എന്തല്ല? വവൽ സൗണ്ട്സ് അല്ല. സോ we have to use a before fan because f is a consonant. f എന്താണ്? ഒരു കോൺസണന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫാനിന്റെ മുന്നിൽ ആ എഫിന്റെ മുന്നിൽ എന്ത് ചേർക്കണം? എ ചേർക്കണം. എ ഫാൻ. ഇനി another one a car. c a r car. ഏതാ ബിഗിനിങ് ലെറ്റർ അമൃത? കാറിന്റെ ബിഗിനിങ് ലെറ്റർ എന്താണ്? സി ആണ് അല്ലേ? കാറിന്റെ ബിഗിനിങ് ലെറ്റർ സി ആണ്. സി എന്തല്ല? ഒരു വവൽ സൗണ്ട് അല്ല. ദാറ്റ് ഈസ് എ കോൺസണന്റ് സൗണ്ട്. അപ്പൊ കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ എ ഗേൾ. ജിയിലാണ് തുടങ്ങുന്നത്. എ കഴിഞ്ഞിട്ട് അവിടെ എന്താണ്? ഗേൾ ആണ് അല്ലേ? GIRL ഗേൾ. ഓക്കെ, ജി എന്തല്ല? വവൽ സൗണ്ട്സ് അല്ല. വവൽ സൗണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ജി ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? എ യൂസ് ചെയ്യണം. എ ഗേൾ. ആൻഡ് ഗേൾ എന്ന് നമ്മൾ പറയാറില്ല. എ ഗേൾ. ഓക്കെ, ഇത്രയും കാര്യം എന്റെ മക്കൾക്ക് മനസ്സിലായോ? മിസ് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? സത്യം പറഞ്ഞാൽ മതി. മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഓക്കെ, ഇനി പേജ് നമ്പർ 25. പേജ് നമ്പർ 25. പേജ് നമ്പർ 25. ഓക്കെ, fill in the blanks with a or an. അവിടെ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ട് അല്ലേ? സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്ലാങ്ക്സ് ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എ അല്ലെങ്കിൽ ആൻ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ആ ബ്ലാങ്ക്സ് നമുക്ക് ഫില്ല് ചെയ്യാം. മിസ് പറയാം, നിങ്ങൾ ഉത്തരം പറഞ്ഞിരുന്നു, ആൻസർ പറഞ്ഞിരുന്നു. നല്ല മക്കളായിട്ട്, പൊന്നു മക്കളായിട്ട് ആൻസർ പറഞ്ഞിരുന്നേ. ഓക്കെ, മൈ ബ്ലാക്ക് ഹെൻ ലെയ്ഡ് ഡാഷ് എഗ്. അവിടെ എഗ്ഗിന് മുന്നേ എ ആണോ വരേണ്ടത്? ആൻ ആണോ വരേണ്ടത്? എ ആണോ വരേണ്ടത്? ആൻ ആണോ വരേണ്ടത്? എ ആണെങ്കിൽ എ ആണോ? എ ആണോ? മൈ ബ്ലാക്ക് ഹെൻ ലെയ്ഡ് എ എഗ് ആണോ? സേ യെസ് ഓർ നോ. നോ. പിന്നെ എന്താ? ആൻ ആണ് അല്ലേ? കാരണം എഗ് എന്നുള്ള ഒരു എഗ് എന്നുള്ള നൗൺ, എഗ് എന്നുള്ള ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയിലാണ്. ഇ എന്താണ്? വവൽ സൗണ്ട് ആണ് അല്ലേ? AEIOU. ഈ എന്താണ്? ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മള് എഗ്ഗിന് മുന്നേ, ഇക്ക് മുന്നേ എന്ത് യൂസ് ചെയ്യണം? ആൻ യൂസ് ചെയ്യണം. ഓക്കെ, ആൻ എഗ്. മുഹമ്മദ് മുക്താസിന് ഉറക്കം വന്നു. അമ്മ ഇങ്ങനെ തട്ടിയിട്ടുണ്ട്. ആൻ എഗ്. ആൻ എഗ്. റൈറ്റ്, ആൻ. ഫസ്റ്റ് വൺ ആൻ. മിസ്സിന് പെൻസിൽ ഇല്ല മുത്ത, എഴുതി കാണിച്ചു തരാൻ വേണ്ടിട്ട്. ആൻ. ആൻ. All of you finished? My black hen laid an egg. An egg. Second one. Dash duck is in the pond. Dash duck is in the pond. ഡക്കിന് മുന്നേ എ ആണോ വരേണ്ടത്? ആൻ ആണോ വരേണ്ടത്? ഏതാ വരേണ്ടത് ഡക്കിന് മുന്നേ? എ ആണോ? സേ യെസ് ഓർ നോ. എ ആണോ? എ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഏതാ? എ ആണല്ലേ?
കാരണം ഡക്ക് ഡി, ഡക്കിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? ഡി ആണ് അല്ലേ? അപ്പൊ ഡി എന്താണ്? ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ മുന്നേ എന്ത് ചേർക്കുന്നു? എ ചേർക്കുന്നു. മനസ്സിലായോ? ഓക്കെ, സോ റൈറ്റ് എ ബിഫോർ ഡക്ക്. ഡക്കിന് മുന്നേ എ എഴുതിയേ. എ. ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാന്. ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. എ. എ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. കാരണം എന്താ? അതൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? എ ഡക്ക് ഈസ് ഇൻ ദ പോണ്ട് ഒരു സെന്റൻസ് ആകുമ്പോ എ എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. കാരണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ജോവിൻ ജോമോൻ, ജോയൽ ജോമോൻ. ഓക്കെ, ഇനി തേർഡ് വൺ. ഡാഷ് പൈലറ്റ് ഫ്ലൈസ് ഡാഷ് എയ്റോപ്ലെയിൻ. ഡാഷ് പൈലറ്റ് ഫ്ലൈസ് ഡാഷ് എയ്റോപ്ലെയിൻ. പൈലറ്റിന് മുന്നേ ഏതായിരിക്കും ചേർക്കേണ്ടത്? ഫസ്റ്റ് വൺ. പൈലറ്റിന് മുന്നേ ഏതാണ്? തേർഡ് വൺ. പൈലറ്റിന് മുന്നേ എ ആണോ ആൻ ആണോ? എ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. എ ആണോ? യെസ്, കാരണം എ ഇ ഐ ഒ യുന് മുന്നിൽ മാത്രമേ നമ്മൾ ആൻ ചേർക്കാൻ പാടുള്ളൂ. ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം മക്കളുടെ മനസ്സിൽ അത് കേറി നിൽക്കട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് പൈലറ്റ്, പി എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലേ? കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ പി, പൈലറ്റിന് മുന്നേ എന്ത് ചേർക്ക? എ ചേർക്ക. എ. എ ചേർത്തേ. എ പൈലറ്റ്. എ പൈലറ്റ് ഫ്ലൈസ് ഡാഷ് എയ്റോപ്ലെയിൻ. എ ആണോ ആൻ ആണോ? എ ആണോ ആൻ ആണോ? എയ്റോപ്ലെയിന് മുന്നേ എ ആണോ ആൻ ആണോ? എ ആണെങ്കിൽ ഇങ്ങനെ കാണിക്ക. എ ആണോ? അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്ക. അമാൻ മാധവ് പറയാണ് എ ആണെന്ന്. എന്തേ അമാനെ? എന്തേ? നോക്ക, എയ്റോപ്ലെയിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? ബിഗിനിങ് ലെറ്റർ എന്താണ്? എ ആണ്. എ ഇ ആർ ഒ പി എൽ എ എൻ ഇ, എയ്റോപ്ലെയിൻ. എ ആണ് ബിഗിനിങ് ലെറ്റർ. അപ്പൊ എക്ക് മുന്നേ എ ഇ ഐ ഒ യുന് മുന്നേ എന്തേ ചേർക്കാവൂ? ആൻ മാത്രമേ ചേർക്കാവൂ. സോ ആൻ എയ്റോപ്ലെയിൻ. ആ സെന്റൻസ് ഇപ്പൊ എങ്ങനെയായി? എ പൈലറ്റ് ഫ്ലൈസ് ആൻ എയ്റോപ്ലെയിൻ. എ പൈലറ്റ് ഫ്ലൈസ് ആൻ എയ്റോപ്ലെയിൻ. തേർഡ് വൺ ആയില്ലേ? ഇനി ഫോർത്ത് വൺ നോക്കുക മക്കളെ. പപ്പ ഈസ് പീലിംഗ് ഡാഷ് പപ്പായ. പപ്പ ഈസ് പീലിംഗ് ഡാഷ് പപ്പായ. പീലിംഗ് എന്താ? തൊലി കളയുന്നതാണ് അല്ലെ? പപ്പ ഈസ് പീലിംഗ് ഡാഷ് പപ്പായ. പപ്പായക്ക് മുന്നിൽ അവിടെ ഒരു ബ്ലാങ്ക്സ് ഉണ്ട്. എ ആണോ ആൻ ആണോ? എ ആണെങ്കിൽ ഇങ്ങനെ കാണിക്ക, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്ക. എ ആണോ? എ പപ്പായ ആണോ ആൻ പപ്പായ ആണോ? ആകർഷേ, ആരെയും നോക്കുന്നത്? What are you looking at? എ ആണ്. കാരണം എന്താ? അല്ലേ? എ ആണ്. കാരണം പി എന്താണ്? പപ്പായന്റെ ബിഗിനിങ് ലെറ്റർ പി ആണ്. അപ്പൊ പിക്ക് മുന്നേ പി എന്താണ്? അപ്പൊ വവൽ സൗണ്ട് അല്ലാത്തതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ടിന് മുന്നേ നമ്മൾ എന്തേ ചേർക്കാവുള്ളൂ? കോൺസണന്റ് സൗണ്ടിന് മുന്നേ നമ്മൾ എന്തേ ചേർക്കാവുള്ളൂ? എ മാത്രമേ ചേർക്കാവൂ. സോ പപ്പ ഈസ് ഫീലിംഗ് എ പപ്പായ. എ പപ്പായ. എ പപ്പായ. പപ്പ ഈസ് ഫീലിംഗ് എ പപ്പായ. ഇനി ലാസ്റ്റ് വൺ. മമ്മി ഈസ് റീഡിംഗ് ഡാഷ് ബുക്ക്. മമ്മി ഈസ് റീഡിംഗ് ഡാഷ് ബുക്ക്. ബുക്കിന് മുന്നെയാണ് ചേർക്കേണ്ടത് അല്ലെ? ബുക്കിന് മുന്നേ ആയതുകൊണ്ട് തന്നെ ബുക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നൗണിന്റെ മുന്നിലാണ് നമ്മൾ നോക്കേണ്ടത്. ബുക്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബുക്കിന്റെ സ്പെല്ലിംഗ് എന്താണ്? BOOK, ബുക്ക്. ബുക്ക് എന്താണ്? ബുക്കിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ വവൽ സൗണ്ട് ആണോ കോൺസണന്റ് സൗണ്ട് ആണോ ദീക്ഷിതേ? Why are you smiling always? You are a smiling boy. Okay, നോക്ക. ബുക്ക് എന്നുള്ള ഒരു വേർഡ് അല്ലെ ബുക്ക് എന്നുള്ള ഒരു നൗണിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി ആണ്. ബുക്ക് എന്നുള്ള നൗണിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? ബി ആണ്. സോ
അതുകൊണ്ട് തന്നെ ബിന്റെ മുന്നിൽ നമ്മൾ എന്തേ ചേർക്കാവുള്ളൂ? A. Very good. A. Right. A. Mummy is reading a book. Mummy is reading a book. Mummy is reading a book. ഇനി അതൊന്ന് വായിച്ചേ ഫാത്തിമ വിവി. എന്റെ മോൾ ഇന്ന് വന്നിട്ടുണ്ടാ? വായിച്ചേ. Read. My black. My black. Hen. Laid. An egg. Egg. Okay, where are you? Egg. Okay, an egg. Okay. Any next? ഐഫുന റീഡ്. ഇന്ന് ഞാൻ 5 പേരെ കൊണ്ടാണ് വായിപ്പിക്കുന്നത് എങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 5 പേരെ കൊണ്ട് വായിപ്പിക്കും. ഓക്കെ, അങ്ങനെയാക്കാം. അങ്ങനെയാണെങ്കിൽ ആർക്കും സങ്കടാവില്ലല്ലോ, മിസ് എന്നെ കൊണ്ട് വായിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കും സങ്കടാവണ്ട. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ 5 പേരെ കൊണ്ട് ഒരു ദിവസം വായിപ്പിക്കാം, 5 പേരെ കൊണ്ട് അടുത്ത ദിവസം വായിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും റൗണ്ട് ചെയ്ത് വരാലോ. ഇന്ന് ഞാൻ വായിപ്പിക്കുന്നവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കില്ല. ഓക്കെ, ഐഫുന വായിച്ചോ. സെക്കൻഡ് വൺ. A duck is in the pond. A duck is in the pond. Next, Aditanu. A pilot. Aeroplane. Next, Hadi. Fourth one. Papaya. Papa. Papa is Feeling a papaya. Okay. Giaro Jason. Last one, fifth one. Mummy is read a book. Mummy is reading a book. Mummy is reading a book. Next ഒരു 5 പേരെ കൊണ്ട് കൂടി ഇന്ന് വായിപ്പിക്കാം. അയാൻ വിജേഷ്, read the first sentence. My black and egg. An egg. Next, Neelanjana KV. A duck is in the pond. വായിക്കാൻ പഠിക്കണേ എന്റെ മോള്, നല്ലോണം വായിക്കണേ, വീട്ടിൽ നിന്ന് വായിച്ചു പഠിക്കണം കേട്ടാ. നെക്സ്റ്റ് അലൻ ജോസഫ്. Pilot. A pilot fills Flies. an aeroplane. Okay. Next, Ryan. Papa is Feeling. papaya. Papa is feeling a papaya. Very good. Next, Adarsh. Fifth one. ഇവിടെ നോക്ക്. Mummy is reading a book. Mummy is reading a book.
Okay. Now let us listen. Let us listen. F kando avade. Let us listen next work. Next work nokka. Your teacher will read out the names of the following pictures, filling the boxes with vowels to complete the nouns. Okay. ഇവിടെ 3 pictures കണ്ടോ എന്റെ മക്കളെ? കണ്ടോ? ഇവിടെ 3 pictures ഉണ്ട്. Your teacher will read out the names of the following pictures. നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യും? ഈ വേർഡ്സ് ഈ പിക്ചേഴ്സിന്റെ അതായത് ഈ വേർഡ്സ് മിസ് വായിക്കാം. Filling the boxes with the vowels to complete the nouns. അവിടെ മിസ്സിംഗ് ലെറ്റർ ഉണ്ട് കേട്ടോ. അവിടെ മിസ്സിംഗ് ലെറ്റേഴ്സ് ഉണ്ട്. അതെന്തായിരിക്കും? ഒരു വവൽ സൗണ്ട് ആണ്. അത് മിസ്സിംഗ് ലെറ്റർ നിങ്ങൾ എടുത്ത് എഴുതാം. ഫസ്റ്റ് വൺ റാറ്റ്. റാറ്റ്. റാറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? RAT ആണ് അല്ലേ? അവിടെ ആറും ടിയും മാത്രമേ ഉള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് A in between R and T. ആറിന്റെയും ടീന്റെയും നടുക്ക് ഒരു കോളം ഇല്ലേ ചെറുത്? അവിടെ A എഴുതിയേ. A എന്താണ്? ഒരു വവൽ സൗണ്ട് ആണ് അല്ലേ? RAT rat. RAT rat. Next one, second one frog. Second one frog. FROG frog. FROG. O എഴുതാ. ആ O എന്താണ്? വവൽ സൗണ്ട് ആണ് അല്ലേ? AEIO U. O എന്താണ്? വവൽ ആണ്. So write O. Frog. Frog. FRO. O എഴുതണേ. ഇനി ലാസ്റ്റ് തേർഡ് വൺ നോക്ക. Bird. B. Bird in the spelling in the what is the spelling of bird? AEIOU. I. Write I. BIRD. 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 First one rat. Second one frog. Third one bird. Third one bird. BIRD. അപ്പൊ നിങ്ങൾ ഇപ്പൊ എഴുതിയത് ഏതൊക്കെയാണ്? A എഴുതിയിട്ടുണ്ട് അല്ലേ? You wrote A between R and T. Then frog. O എഴുതിയിട്ടുണ്ട്. ബേർഡിന് I എഴുതിയിട്ടുണ്ട്. ഈ മൂന്നും എന്താണ്? വവൽ സൗണ്ട് ആണ്. AEIOU എന്താണ്? വവൽ സൗണ്ട് ആണ്. ബാക്കിയുള്ളവ എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ആണ്. Okay, that's enough for today. Shall we wind up the class? Shall we wind up the class? Miss class wind up ചെയ്തോട്ടെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട് മിസ്സിനോട് ചോദിക്കാൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചോദിച്ചോട്ടാ. ഓക്കെ ബൈ. നല്ല മക്കളായിട്ട് പഠിക്കണേ. പൊന്നു മക്കളായിട്ട് പഠിക്കണം കേട്ടാ.